ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കും കുഴപ്പമില്ലാണ്ട് പോകണു. എനിക്കൊരു ചെറിയ ആക്സിഡൻറ്റ് പറ്റി ഗൈസ്. ചെറിയ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാനേ ഇവിടെ 2-3 ഹെയർസ് ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെ പിടിച്ച് വലിക്കുക ചെയ്യാറ്. ഇന്ന് വെറുതെ ഒരു ഷേവിങ് സെറ്റിന് ഭംഗിക്ക് എടുത്ത് ഇങ്ങനെ 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 വടിക്കാൻ വേണ്ടി എടുത്തതും അപ്പോൾ അബ്രു കരഞ്ഞു. അങ്ങോട്ട് നോക്കിയതും ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അപ്പോൾ ഇവിടെ രക്തപ്രളയത്തിൽ എൻ്റെ ഒരു പറയാ ടിഷ്യൂ പേപ്പേഴ്സ് ഫുള്ള് റെഡ് ബ്ലഡ് തുടച്ച് ഞാൻ വയ്യാണ്ടായി കണ്ട 2 പേപ്പർ അവിടെ കളഞ്ഞു. സത്യ ചോറിനത് ആള് വന്നപ്പോഴേക്കും എനിക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ മുകളിലായിരുന്നേ. അപ്പൊ അങ്ങനെ 2 ബേബീസ് കിടന്ന് ഉറങ്ങാം കേട്ടാ. 2 കിടത്തി ഉറക്കിയേക്കാം. ചിലപ്പോൾ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഒരാളിവിടെ, കാരണം ഉച്ചയ്ക്ക് അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും കൂടെ ആദ്യം കിടന്ന് ഉറങ്ങും. വൈകുന്നേരം പിന്നെ അവൻ ആരുടെ കൂടെ ഉറങ്ങില്ല, രാത്രി ഉറക്കില്ല. രാത്രി പിന്നെ മോളിൽ കിടത്തി കഴിഞ്ഞ് ഇവൻ കിടന്ന് കരയും. ഒരു ട്രിപ്പ് കരച്ചിൽ കഴിയുമ്പോൾ ഇവൻ തന്നെ ഉറക്കത്തിൽ കിടന്ന് താഴ്ത്തു പോകണമെന്ന് പറയും. അപ്പൊ ഇവനെ താഴ്ത്തു കൊണ്ടെടുത്തു. താഴ്ത്തെടുത്തപ്പോ പറയും അമ്മേനെ അപ്പൊ മോളിക്കുണ്ടോ. ഡെലിഷ് മോന് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ഡെലിഷ് മോന് മാത്രല്ല എനിക്ക് വലിയ, കാരണം ഇവന്റെ ആദ്യത്തിന്റെ കരച്ചിൽ കേട്ട് ഇങ്ങനെ അബ്രു കരയും. അപ്പൊ അബ്രുവിനെ ഞാൻ എടുക്കും. 2 പേരും കൂടി ഒരുമിച്ച കരയിലുള്ളൂ. അപ്പൊ നമുക്ക് എന്നിട്ടാണ് ഞാൻ കാര്യം പറയാൻ കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അതായത് നമ്മുടെ വീഡിയോസിൽ കുറെ കമന്റ് വന്നിട്ടുണ്ട്. കുറെ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറെ വീഡിയോസിൽ കണ്ടുണ്ടായി. അപ്പൊ ഞാൻ പോട്ടെ ഞാൻ ഒന്നും നമ്മൾ പറയണില്ല, പോട്ടെ അങ്ങനെ കമന്റ് ഇട്ടോളെ റിപ്ലൈ കൊടുക്കാറില്ല, അതിനൊന്നും ചെയ്യാറില്ല. അപ്പൊ എന്നിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കുറിച്ചല്ല കേട്ടോ കമന്റ് തന്നെ, അതായത് നാത്തൂനെ കുറിച്ച്. നമ്മുടെ മിക്ക വീഡിയോസിലും കമന്റ് വരാറുള്ളത് നാത്തൂനെ കുറിച്ച് കമന്റുകൾ വരാറുണ്ട്. അപ്പൊ ചില വീഡിയോസിൽ നമ്മൾ നാത്തൂനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും എന്താണ്, നമ്മൾ നാത്തൂനെ കണ്ടന്റ് ആക്കി അവരെ കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോസിൽ ഇങ്ങനത്തെ കമന്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ അവരെ കുറിച്ച് പറയുന്നത്. മോനെന്തൊന്നും മിണ്ടാത്തെ? നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് നമ്മള് വീട്ടിക്ക് പോയ ഒരു വീഡിയോയിലുണ്ടാ. വീഡിയോയിൽ വന്ന കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിന്നി കാലുമ്പോ കാല് കയറ്റി വെച്ചിരുന്നു. അതായത് ആള് ചെന്നപ്പോ റെസ്പെക്ട് ചെയ്യാണ്ട് കാലുമ്പോ കാല് കയറ്റി വെച്ചു. ഒരാള് വീട്ടിൽ വരുമ്പോ അങ്ങനെയാണോ ചെയ്യേണ്ടത്? നമ്മള് ശ്രദ്ധിച്ചൊന്നുമില്ല കേട്ടോ. നമുക്കിപ്പോ അവളിപ്പോ എങ്ങനെയിരുന്നാലും നമ്മള് കാണുന്നതാണ്. നമ്മൾ ഡെയിലി അവൾ എങ്ങനെയാണ് ഇരിക്കണം, അവൾക്ക് അവളുടെ ഇഷ്ടത്തിന് ഇരിക്കാം. അത് ഓരോരുത്തരുടെ അവകാശമല്ലേ. ഒരാൾക്ക് ചിലപ്പോ പണ്ട് കാലത്തൊക്കെ പറയും നമ്മൾ എന്തിനാണ് ഇപ്പൊ മുതിർന്നവര് വരുമ്പോ എഴുന്നേറ്റ് കൈകുപ്പി നിൽക്കണമെന്ന് പറയില്ല. മുതിർന്നവര് വരുമ്പോ ബഹുമാനിക്കണം. പെൺപിള്ളേര് കാലുമ്പോ കാല് കയറ്റി വെച്ചിരിക്കരുത്. അതൊക്കെ പൊട്ടക്കുട്ടികളുടെ ശീലം. പൊട്ട പെൺപിള്ളേരെ എന്താ പറയാ, അവർക്ക് ബഹുമാനം ഇല്ല, അല്ലെങ്കിൽ വലിയ അഹങ്കാരിയാണ് അവള്, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് നമ്മള് ഇപ്പൊ കാലുമ്പോ കാലിയേറ്റി വെച്ചിരിക്കുന്ന ആൾക്ക് പ്രശ്നമൊന്നുമില്ല. മോന് വല്ല പ്രശ്നം ഉണ്ടോ? ആളത് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. അവള് കാലുമ്പോ കാലിയേറ്റി വെച്ചിട്ട്. എന്നിട്ട് അളിയൻ വന്നപ്പോ എങ്ങനെ റെസ്പെക്ട് ഇല്ലാണ്ട് അവൾ ഇരുന്നു. അവള് വലിയ ആളാണ്, അങ്ങനെയൊക്കെയാണ് കമന്റ് വന്നേക്കണം. അവര് വലിയ ആൾക്കാരാണോ വലിയ ഇതാൾക്കാരല്ലാന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അവര് വലിയ ആൾക്കാരാണോ ഇതാണോ എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇരിക്കണ്. അതിന് നമുക്കൊരു പരാതിയില്ല. നമുക്കിപ്പോ അവള് വരുമ്പോ തന്നെ എനിക്ക് നിക്കണമെന്നോ കൈകൂപ്പി നിക്കണമെന്നോ ഒരു നിർബന്ധം നമുക്കില്ല. നമ്മള് പണ്ടത്തെ പോലെ ഇതുകളൊന്നും പറയണ മുൻപത്തെ ആൾക്കാരൊക്കെ എനിക്ക് ചിലപ്പോ പറയായിരിക്കും. പക്ഷെ അവള് നമ്മളായിട്ട് അത്ര ഉള്ളതുകൊണ്ടാണ്. ചേട്ടൻ വന്നാ അത്രേ ഉള്ളൂ, നീ വന്നാ അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാ. നീ വന്ന സ്റ്റെബി എന്റെ ചേട്ടനാണ്. അപ്പൊ അവൻ വരുമ്പോ ഞാൻ എനിക്കിട്ടെ, ഞാൻ എനിക്കൊന്നും ഇല്ലടാ, നീ വന്നാ ശരി, അത്ര ഉള്ളു. നമ്മുടെ ഇടയില് അത്ര ഇപ്പൊ ഗ്യാപ്പ് ഉണ്ട്, അത്ര ഇതുണ്ടെങ്കിലൊക്കെ നമുക്ക് അത് വലിയ സംഭവമാക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിലൊരു പ്രശ്നമില്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇരുന്നോട്ടെ. അത് പിന്നെ എന്റെ ചോര അയ്യോ മേക്കപ്പ് ഇത് കുറച്ചെടുത്ത് ഇവിടെ ഇടാൻ വന്നു.
പിന്നെ നമ്മുടെ വീഡിയോയിൽ വന്നൊരു കമന്റ് ആണ്, നാത്തൂന് അഹങ്കാരം കൂടുതലാണ്, മോളും ചേട്ടനും അമ്മയും പാവാന്ന്. ഓ 3 പേര്, ഞങ്ങള് 3 പേര് പാവാ. അവള് മാത്രം അഹങ്കാരം. അവളാണ് ഞങ്ങളിങ്ങനെ അഹങ്കാരം എന്നിട്ട് പറയാം ഭരിച്ച് ഞങ്ങളെ നിയന്ത്രിക്കുന്നത് അവളാണ്. അങ്ങനത്തെ ഒരു രീതിയിലൊരു കമന്റ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, അവൾക്ക് അഹങ്കാരമൊന്നും ഇല്ല. നമ്മള് ഡെയിലി കാണുന്നില്ല. ഇപ്പൊ അവരവരുടേതായ കാര്യങ്ങൾക്ക് പോകും. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഇടയ്ക്കേ വരണുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ശനിയാഴ്ച ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം വരുള്ളൂ, ചിലപ്പോ ആഴ്ചയിൽ 2 ദിവസം വരുള്ളൂ. അപ്പോഴേക്കും നമ്മളിപ്പൊ കാണുന്നുള്ളൂ. പിന്നെ ഞങ്ങള് കല്യാണം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഞാനും ഡിന്നിയൊക്കെ ഒരുമിച്ച് തന്നെ നിന്നേക്കണേ. അപ്പൊ അവൾക്ക് അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ എന്നിട്ട് അതില് പ്രത്യേകിച്ചൊന്നും പറയില്ല. നിങ്ങൾ പറയുന്നതായിരിക്കും. നമുക്ക് അറിയുന്ന ആൾക്കാർക്ക് എന്തായാലും അവൾക്ക് അഹങ്കാരമില്ല. ചിലപ്പോ അവള് വീഡിയോയില് കാണിക്കണ കൊറേ ആക്ഷനുകള്, കൊറേ ഇതുകളൊക്കെ കാണിക്കണത് അത് അവള് വീട്ടിൽ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അത് അവള് നോർമലി അങ്ങനെയാണ്. പക്ഷെ വീഡിയോയില് കാണുന്ന ആൾക്കാർക്ക് ശരിക്കോ ഇവള് എന്തിട്ട് വേഷം കെട്ടി കാണിക്കണേ, ഇവൾക്ക് എന്തിട്ട് അഹങ്കാരം, ഇവള് താഴത്തെ നിലത്തല്ല നിക്കണേ. ഇപ്പൊ ഞാനായാലും പറയാറുണ്ട് കേട്ടാ ചില വീഡിയോസിൽ, ഇവള് എന്തിട്ട് കാണിക്കണേ, ഇവൾക്ക് മര്യാദക്ക് കാണിച്ചു വിടുന്നത്. അപ്പൊ അത് ഓരോരുത്തരുടെ സ്വഭാവമാണ്, ഓരോരുത്തരുടെ നേച്ചർ അങ്ങനെയാണ്. അതാണ് അവര് പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ എന്റെ സ്വഭാവമാണ് ഞാൻ കാണിക്കുന്നത്. അതിനൊരു വ്യത്യാസമൊന്നുമില്ല. ഞാൻ എങ്ങനെയാണോ വർത്താനം പറയുന്നത്, ഞാൻ എങ്ങനെയാണോ ഇവിടുത്തെ ഇതുകൾ കാണിക്കുന്നത്, അതൊക്കെയാണ് ഞാനും കാണിക്കുന്നത്. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഞാൻ പാവവും അഹങ്കാരിയായിട്ട് തോന്നാം. പിന്നെ വേറൊരു കാര്യമുണ്ട്. പിന്നെ ചേട്ടൻ അത്ര പാവയൊന്നുമല്ല. പിന്നെ പറയാ, ഇതിപ്പോ നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലല്ലോ. കുറച്ച് നാള് കഴിഞ്ഞ് കഴിയുമ്പോ പറയും, ചിലപ്പോ നമുക്ക് കുറച്ച് വ്യൂസും ഇതുകളും ഒക്കെ കൂടി പോകും. ഇവൾക്ക് കുറെ വ്യൂസ് ഒക്കെ ആയി. ഇവൾക്ക് ഇപ്പൊ ഇവിടെ താഴത്തെ നിലത്ത് നല്ല നിക്കണേ, അഹങ്കാരം കൊണ്ട് ഇവള് പൊങ്ങി നിക്കണേ, അങ്ങനെ പറയാം. അപ്പൊ പിന്നെ നമ്മുടെ ചാനലില് നമ്മള് അവളെ കണ്ടന്റ് ആക്കി അവൾക്കെതിരെ ബാഡ് കമന്റ്സ് നമ്മള് റിപ്ലൈ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മള് എന്നിട്ടാണ് പറയാ, ഇപ്പൊ അന്നൊരു ദിവസം നമ്മള് ചാനലിൽ വീഡിയോ ഇട്ടു. ഇതൊക്കെ കമന്റ് വന്നത് മാത്രമാണ് നമ്മള് അതിന് റിപ്ലൈ കൊടുക്കുന്ന രീതിയിലാണ് വീഡിയോ ഇട്ടും. പക്ഷെ അപ്പൊ പറയോ അത് നെഗറ്റീവ് ക്യാപ്ഷൻസ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യണുള്ളൂ. നിങ്ങൾ എന്തിനാണ് അവരെ കണ്ടന്റ് ആക്കണേ? ഇപ്പൊ വന്നേക്കണ കമന്റാ, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര ബാഡ് കമന്റ് അവരെ കുറിച്ച് വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഞങ്ങൾ എന്താ പറയേണ്ടത്? എന്താ പറയണ്ടേ? പ്രതികരിച്ചാലും പ്രശ്നം, പ്രതികരിച്ചില്ലെങ്കിലും പ്രശ്ന. അപ്പൊ പ്രതികരിച്ചു. നമ്മളവരെ കണ്ടന്റ് ആക്കാല്ല നമ്മുടെ വീഡിയോയില്. ഇപ്പൊ നമ്മളിപ്പോ പിന്നെ വേറൊരു കാര്യണ്ട്, ഇതില് വേറൊരു സംഭവം ഉണ്ട്. നമ്മുടെ വീഡിയോയില് അവരെ വന്ന് കമന്റ് ഇടുമ്പോ അവര് ഈ കമന്റ് കാണുമ്പോ ഇവര് എന്താണ് നമ്മളെ കുറിച്ച് ഈ വീഡിയോയില് പറയുന്നതെന്നൊരു ചെറിയൊരു ഇത് വരും. ചിലപ്പോ അവര് ചിലപ്പോ വീഡിയോ കാണുന്നുണ്ടാവില്ല, കമന്റ് നോക്കുമ്പോ ആ സംഭവം മതി ഒരു കുടുംബം കലങ്ങാൻ. ഇതിന് ചെറിയൊരു കണ്ണുകടി എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ അവൾക്ക് കുറച്ച് തടിയുണ്ട്, അവള് കൊറേ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്റെ പൊന്നാരെ, ഈ തടി അവള് തിന്നുണ്ടാക്കിയ തടിയല്ലേ? അല്ല, അവള് തിന്നിട്ടുണ്ടാവുന്നല്ല. അല്ല, അവള് തിന്നിട്ടാണോ അവള് തിന്നാണ്ടാണോ അത് എന്തോ ആയിക്കോട്ടെ, അത് അവളുടെ പേഴ്സണൽ കാര്യല്ലേ. ആ കാര്യത്തിലൊക്കെയാണ് അതിന്റെ മറ്റെന്തിനാണ് പറയുന്ന എക്സ്പ്ലനേഷൻ ഞങ്ങൾ തരേണ്ടി വരും. പിന്നെ അവള് മറ്റേ വീഡിയോസിൽ കുറെ ഫുഡ് കാണിക്കുന്നുണ്ട്, കുറെ ഫുഡ് തിന്നുന്നുണ്ട്. അതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമാണ്. അവർക്ക് പ്രൊമോഷൻസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഫുഡ് കാണിക്കാനല്ലേ പറ്റുള്ളൂ. അല്ല, പിന്നെ കുറെ പേര് ചോദിക്കണ്ടേ, നിങ്ങൾ ഷൂട്ട് എന്ന് പറയണ്ടല്ലോ, എന്തിന്റെ ഷൂട്ടാണെന്ന്. നമ്മുടെ വീഡിയോയില് എന്തോ നമ്മൾ ഷൂട്ടിന്റെ കാര്യം എന്തൊക്കെ പറഞ്ഞപ്പോ അവർക്ക് ഇൻസ്റ്റാഗ്രാമില് ഷൂട്ട് പ്രൊമോഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് പ്രൊമോഷൻസ് വരുമ്പോ അവര് ഫുഡ് കഴിക്കും. അതിന് തീറ്റപ്പണ്ടാറാം അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് ഫുള്ളും ഇപ്പൊ ഈ കാണിക്കുന്ന ഫുള്ളും അവള് കഴിക്കണൊന്നുമില്ല. ചിലപ്പോ നമ്മുടെ വീട്ടിലേക്കൊക്കെ അത് പറഞ്ഞത് തൊട്ട് വെറുതെ അവിടെ വെക്കണോ. അവളങ്ങനെ കൊറേ വലിച്ചു വാരി അങ്ങനെ തിന്നാറില്ല കേട്ടാ. പിന്നെ പുറത്തത്തെ ഫുഡിനോട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുറത്തത്തെ ഫുഡ് അത്ര വലിയ ഇഷ്ടമില്ല. ഇഷ്ടമുണ്ട്, അങ്ങനെയില്ല. അങ്ങനെ ഞാൻ കൊറേ തിന്നാറുണ്ടാ, കൊറേ പഠിപ്പിക്കാറുണ്ട് കണ്ടാ. ഞാൻ അങ്ങനെ കൊറേ പഠിപ്പിക്കാറൊന്നുമില്ല. അപ്പൊ വേറെ ഒന്നും ഉണ്ടല്ലേട്ടാ. ഞാൻ
പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ എന്നും ഫുഡ് കഴിച്ചാൽ എനിക്ക് ഫുഡ് പോയിസൺ ഉണ്ടാവാറുണ്ട്, എന്നും ഛർദി വയറിളക്കം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ്, അപ്പൊ അവരുടെ ഇൻസ്റ്റാഗ്രാമിലെ പ്രൊമോഷൻസും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് അവര് ഫുഡ് കഴിക്കേണ്ടാവും. അതിന് തീറ്റപ്രാന്തി, തീറ്റപ്പണ്ടാരം അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം. അവർക്ക് അവരുടേതായ ലൈഫ്, എനിക്ക് തോന്നുന്നു അവര് ലൈഫ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്. അവരുടെ ഇതുകൂടെ ഒന്നുമില്ല. പിന്നെ അമ്മച്ചീനെ അടുത്തേക്ക് അവള് ഭയങ്കര അഹങ്കാരം കാണിക്കുന്നുണ്ട്. അവള് സാധാരണ വീട്ടിൽ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ പെരുമാറുന്നത്. അവളുടെ അമ്മയുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നത് അതുപോലെ നമ്മുടെ ഇതൊന്നും ചിലപ്പോ അവളുടെ അമ്മയുടെ അടുത്ത് അത് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോ തോന്നുമോ അവള് വലിയ ആളാണ്, വലിയ അഹങ്കാരിയാണ്. പക്ഷെ അവളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളത് പറയാ. ഇപ്പൊ എന്നിട്ടാണ് പറയാ വീട്ടില് പണികൾ കൊടുക്കാണ്ടിരിക്കേ എല്ലാ കാര്യങ്ങളും അവള് ചെയ്യുന്നുണ്ട്. ഞാൻ നാള് അമ്മച്ചി വയ്യാണ്ടായപ്പോ അവിടേക്ക് പോയപ്പോ അവള് അന്ന് വീട്ടില് അടിച്ചു വാരി എല്ലാ കാര്യങ്ങളും ആ വീട്ടില് എങ്ങനെയാണോ പൊടി പിടിച്ചെടുക്കണേ ഫുള്ള് കാര്യങ്ങൾ അവളെ തന്നെ ചെയ്ത. ഇവളോട് അടുക്കളയ്ക്ക് വരണ്ടെന്നല്ലേ പറഞ്ഞ. അത് അവളെന്നെ കേട്ടാറില്ല, അവളുണ്ടെങ്കിൽ അടുക്കളയ്ക്ക് കയറണമെന്ന് പറയുള്ളൂ. പിന്നെ അവൾക്ക് അതിനുള്ള സമയം കിട്ടാറില്ല, ചില സമയങ്ങൾ കിട്ടാറുള്ളൂ. കിട്ടുന്ന സമയത്ത് അവള് ചെയ്യാറുണ്ട്. അതിനിപ്പോ എന്റെ അമ്മയ്ക്ക് പരാതി ഒന്നുമില്ലോ, അവള് ചെയ്യണില്ല, അവള് ഫോൺ നോക്കിയിരിക്കും. പക്ഷെ അമ്മയ്ക്കല്ലല്ലോ പരാതി, കമന്റിടുന്നവർക്കല്ലേ പരാതി. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എങ്ങനെയല്ല ഇപ്പൊ നമ്മുടെ ചാനലില് നമ്മളെ കുറിച്ചിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കമന്റ് ഇടാം. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് തെറ്റായ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ നെഗറ്റീവ് കമന്റ് കണ്ടന്റ് എന്തിനാണ് ക്യാപ്ഷൻ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറഞ്ഞു. നമുക്ക് വരുന്ന കമന്റുകളിലെ ഹെഡിങ്സ് ആണ് നമ്മൾ ക്യാപ്ഷനായി എടുക്കാറുള്ളൂ. അത് ചിലത് അതിന് നല്ലതാണെന്ന് തോന്നുമ്പോൾ എടുത്തിടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മള് എന്തിനാണ് പറയാൻ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് ക്യാപ്ഷൻ ഇട്ടിട്ട് അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല. പിന്നെ ഇപ്പൊ നല്ലൊരു വീഡിയോ ഇടുമ്പോ നമ്മൾ വിചാരിക്കുമ്പോ വീഡിയോ കുറെ റീച്ച് കിട്ടും, എവിടെ ആരും കാണില്ല വീഡിയോ. സത്യം. ഇപ്പൊ ഒരു നല്ലൊരു ഫാമിലി ബ്ലോഗ് എടുത്തു, എവിടെ ആരും കാണുന്നില്ല. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒന്നില്ലെങ്കിൽ കുടുംബാലഹം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വേണം, എന്നാലാണ് ആ വീഡിയോ പോവാൻ വേണ്ടിട്ട്. ഇപ്പൊ ഞങ്ങള് തമ്മിൽ തല്ലായി എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ അതെന്തായാലും നല്ല റീച്ച് കിട്ടും, അതെനിക്ക് ഉറപ്പാ. പക്ഷെ നമ്മളെ തമ്മിൽ തല്ലും, നമ്മളെ തമ്മിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ വീഡിയോയുടെ അടിയിലാണ് ഈ ബാഡ് കമന്റുകളൊന്നും ഇടുന്നത്. അവള് അങ്ങനെയാണ്, ഇവള് എങ്ങനെയാണ്, നാത്തും പൊട്ടയാണ്. ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ് ഇട്ട ആൾക്കാർ പറയാന്നിട്ടാണെന്നറിയോ, നിങ്ങൾ ബന്ധുക്കാരല്ലേ, നിങ്ങൾ പ്ലാറ്റ്ഫോമിന് മുന്നിൽ വെച്ച് അവരെ കുറ്റം പറയണില്ലല്ലോ. ഞങ്ങൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പറയുന്നത് സത്യമാണ്. ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്ന്. അതായത് നമുക്ക് കുറ്റം പറയേണ്ട ആവശ്യമില്ല, കുറ്റം ഉണ്ടെങ്കിലല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ. അവര് അവരുടേതായ ലൈഫ് നോക്കൊണ്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിട്ട് നമ്മൾ അവർ കുറ്റം പറയേണ്ട ആവശ്യം. ഇപ്പൊ നമ്മള് എന്തായാലും അല്ല, നീ ഇപ്പൊ അവിടെ അല്ല നിക്കണേ, അല്ല അവിടെ നിക്കണത് അമ്മച്ചിയും അപ്പച്ചനാണ്. അവർക്ക് അവളെ കുറിച്ച് ഒരു കുറ്റം പറയാനില്ല. പിന്നെ എന്തിട്ട് അവൾക്ക് എന്തിട്ട് കുറ്റമുള്ള. പിന്നെ ഇവള് വല്ലപ്പോഴും അവിടെ പോയി നിൽക്കുമ്പോ ഇവൾക്ക് എന്നിട്ട് അവളോട് കുറ്റം പറയാനുള്ള ഒന്നുമില്ല. അവളെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇവളുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതാണ് സംഭവം. ഇപ്പൊ എനിക്കാണെങ്കിലും ഇപ്പൊ ഈ അടുത്ത് തന്നെ അമ്മച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പോവാൻ വരാൻ പറ്റില്ല. അവൾ എന്നെ ചെയ്തേ, അവളിന്ന് തന്നെ ചെയ്തേ എല്ലാ കാര്യങ്ങളും. അമ്മച്ചിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി തുടങ്ങി, ഡിസ്ചാർജ് ആക്കണവരെ, വീട്ടിൽ കൊണ്ടാക്കണവരെ. പിന്നെ അവർക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവർക്ക് അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി, അപ്പൊ അവര് പോയി. അതിനൊന്നും നമുക്ക് പരാതിയൊന്നുമില്ല. എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലല്ലേ. എനിക്ക് 2 പിള്ളേരുണ്ട്, ഇവർ 2 പേരെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാലും അപ്പച്ചനായാലും അമ്മച്ചിക്കാണെങ്കിലും നോക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഡിന്നി ഓക്കെയാണ്. അപ്പൊ എന്നിട്ടാണ് പിന്നെ എനിക്കാണെങ്കിൽ യൂട്യൂബ് തുടങ്ങാനാണെങ്കിലും യൂട്യൂബിൽ ഓരോ കാര്യങ്ങളാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെയായിട്ട് പറഞ്ഞു തരാറ്. യൂട്യൂബ് എഡിറ്റിങ് കാര്യങ്ങളൊന്നല്ല, ഇപ്പൊ പോസ്റ്റ് ഇടാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതൊക്കെ പറഞ്ഞത് എന്തെങ്കിലും സംശയങ്ങൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിലും എനിക്ക് സത്യം പറഞ്ഞ ഫോണിന്റെ ABCD കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ കാര്യങ്ങളൊന്നും മനസ്സിലായിണ്ടാവില്ല, ഇനിയും കാര്യങ്ങൾ മനസ്സിലാവാണ്ടാവും. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമന്റ് ഇടാ, നമ്മള് അതിനുള്ള റിപ്ലൈ എന്തായാലും തരും. നമ്മളെന്തായാലും ഇനിയിപ്പോ നമ്മളെന്തായാലും പ്രതികരിക്കും. അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങള്? വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ
ചോര നിന്നിട്ടൊന്നുമില്ല. ചോര എന്തായാലും നിക്കാത്ത എനിക്ക് തോന്നുന്നു ഉച്ച സമയമായതുകൊണ്ട് തന്നെയാ തോന്നുന്നു. ഒരു ദിവസം വീട്ടിൽ നിന്നിട്ടാണ് ഞാനൊരു കൊള്ളീനെ ഇങ്ങനെ നഖം ഇങ്ങനെ വെട്ടി പൊളിഞ്ഞു. ആ നഖം റീപ്ലേസ് ആയി വന്നു. ഈ സാധനം ഇങ്ങനെയായി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്ര ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക്